എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കോൺഗ്രുവൻസ് റിലേഷൻസ് ഇൻ ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്ത് തുടങ്ങുന്നത്. അതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ്. So let m be a positive integer. On the set of integers z, we define the following relation. For a comma b belongs to z, a is congruent to b modulo m if m divides a minus b. ഇവിടെ നമ്മൾ ചെയ്യുന്നത് കളക്ഷൻ ഓഫ് ഓൾ ഇൻറ്റിജേഴ്സ് എടുത്തിട്ട് so you consider the collection of all integers, then so which is 0 1 2 etc minus 1 minus 2 etc. So ഈ സെറ്റിനകത്ത് we are going to define a relation that is given by take two integers a comma b. m ഇവിടെ fixed ആണ്. m is a fixed positive integer. So check whether m divides a minus b. m a മൈനസ് ബി എ ഡിവൈഡ് ചെയ്യുമെങ്കിൽ എയും ബിയും റിലേറ്റഡ് ആണ്. ആ റിലേഷന് നമ്മൾ കൊടുക്കുന്ന സിമ്പിളാണ് ഈ പറഞ്ഞ കോൺഗ്രുവൻസ് എന്ന് പറയുന്ന സിമ്പിൾ. അപ്പോൾ ഏത് ഇൻറ്റിജറിനെ ഡിപ്പെൻഡ് ചെയ്താണ് ആ റിലേഷൻ ഡിഫൈൻ ചെയ്യുന്നത്, അതാണ് ഈ മോഡുലോ എന്ന് പറയുന്ന നമ്പർ. ഇതാണ് ആ റിലേഷൻ്റെ ഡെഫിനിഷൻ. നൊട്ടേഷൻ അനുസരിച്ച് അതിങ്ങനെ എഴുതും. അപ്പോൾ അത് നോട്ട് കോൺഗ്രുവൻ്റ് ആണെങ്കിൽ, അതായത് എം എയെ ഡിവൈഡ് ചെയ്തില്ലെങ്കിൽ യു വിൽ സേ ദാറ്റ് ഇറ്റ് ഈസ് ഇൻകോൺഗ്രുവൻ്റ് മോഡുലോ എം. And it is denoted by this. ഇത് വളരെ എലിമെൻ്ററി ആയിട്ടുള്ള ഒരു റിലേഷൻ ആണ്. ബട്ട് കോൺഗ്രുവൻസ് എന്ന് പറയുന്ന റിലേഷന് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. നമുക്ക് നോക്കേണ്ടത് ആപ്ലിക്കേഷൻസിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ കോൺഗ്രുവൻസ് റിലേഷൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്. അപ്പോൾ പ്രോപ്പർട്ടീസ് ലിസ്റ്റ് ഔട്ട് ചെയ്യുമ്പോൾ അത് മനസ്സിലാക്കേണ്ടത് പലപ്പോഴും നമ്മൾ ഇക്വാലിറ്റിയുമായിട്ട് കമ്പയർ ചെയ്താണ് ഇതിൻ്റെ പ്രോപ്പർട്ടീസ് മനസ്സിലാക്കേണ്ടത്. മീൻസ് ഈക്വൽ ടു എന്ന് പറയുന്ന റിലേഷൻ എടുത്താൽ എ ഈക്വൽ ടു ഏതൊരു ഇൻറ്റിജർ എ എടുത്താലും എയുമായിട്ട് ഈക്വൽ ആണ് അല്ലേ. അതുപോലെ എ ബിയുമായിട്ട് ഈക്വൽ ആണെങ്കിൽ ബി എയുമായിട്ട് ഈക്വൽ ആണ്. കാരണം ഇക്വാലിറ്റിക്ക് ഇതൊക്കെ നമുക്ക് ട്രിവിയൽ ആണ്. എ ഈക്വൽ ടു ബിയും ബി ഈക്വൽ ടു സിയും ആണെങ്കിൽ എ ഈക്വൽ ടു സി ആണ്. ഈ മൂന്ന് പ്രോപ്പർട്ടീസ് ഉള്ള റിലേഷനെ നമ്മൾ വിളിക്കുന്ന പേര്, ഒന്നാമത്തെ പ്രോപ്പർട്ടിക്ക് നമ്മൾ റിഫ്ലെക്സീവ് എന്നും, രണ്ടാമത്തെ പ്രോപ്പർട്ടിക്ക് സിമെട്രിസിറ്റി അല്ലെങ്കിൽ സിമെട്രിക് പ്രോപ്പർട്ടി എന്നും, മൂന്നാമത്തേനെ ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ട്രാൻസിറ്റിവിറ്റി എന്നും വിളിക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഈ മൂന്ന് പ്രോപ്പർട്ടി ഉള്ള ഒരു റിലേഷന്, ഒരു സെറ്റിനകത്ത് നമ്മൾ അത് ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്ത ശേഷം ഇത് മൂന്ന് പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈ ചെയ്താൽ അതിനെ വിളിക്കുന്ന പേര് ഇക്വിവാലൻസ് റിലേഷൻ എന്നാണ്. ഇക്വിവാലൻസ് റിലേഷൻ. അപ്പോൾ ഇക്വാലിറ്റി ഒരു ഇക്വിവാലൻസ് റിലേഷനാണ്. ഇക്വിവാലൻസ് റിലേഷൻ്റെ പ്രത്യേകത, ഇക്വിവാലൻസ് റിലേഷൻ ആ സെറ്റിനെ പാർട്ടീഷൻ ചെയ്യും. ഡിസ്ജോയിന്റ് സെറ്റുകളായിട്ട് ആ സെറ്റിനെ പാർട്ടീഷൻ ചെയ്യും. പക്ഷേ ഇക്വാലിറ്റി എന്ന് പറയുന്ന റിലേഷൻ എടുത്തു കഴിഞ്ഞാൽ ആ പാർട്ടീഷൻ എന്ന് പറയുന്നത് സിംഗിൾഡൺ സെറ്റുകളാണ്. ഇപ്പം ഈ സെറ്റ് ഓഫ് ആൾ ഇൻറ്റിജേഴ്സിനകത്ത് ഇക്വാലിറ്റി എന്ന് പറയുന്ന റിലേഷൻ എടുത്താൽ ഒരു നമ്പറുമായിട്ട് ഈക്വൽ ആകുന്ന ആ നമ്പർ മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ അവിടെ പാർട്ടീഷൻ ചെയ്യുന്നത് സിംഗിൾഡൺ സെറ്റ്സുകളാണ്. അതായത് ഒരു ബോക്സിന് ഓരോന്നും റിലേറ്റ് ചെയ്തെല്ലാം ബോക്സിൽ എഴുതിയാൽ ഒന്നിൻ്റെ ബോക്സിൽ ഒന്ന് മാത്രമേ ഉള്ളൂ അല്ലേ. ഒന്നിൻ്റെ ബോക്സിൽ ഒന്ന് മാത്രമേ ഉള്ളൂ, സീറോയുടെ ബോക്സിനകത്ത് സീറോ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഓരോ എലിമെൻ്റുകളുള്ള ബോക്സുകളായിട്ടാണ് ഇത് പാർട്ടീഷൻ ചെയ്യുന്നത്. ഇക്വാലിറ്റി എന്ന് പറയുന്ന റിലേഷൻ. ഇക്വാലിറ്റിക്ക് ഈ പറഞ്ഞ ഒരു ഇക്വാലൻസ് റിലേഷൻ എന്ന് പറയുന്നതല്ലാതെ ചില അഡീഷണൽ പ്രോപ്പർട്ടീസും ഉണ്ട്. സെറ്റ് ഓഫ് ആൾ ഇസഡിനകത്ത് വി ഹാവ് ദ ഓപ്പറേഷൻസ് അഡിഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ. അഡിഷനുമായിട്ട് ബന്ധപ്പെട്ട് വി ഹാവ് ദ ഫോളോയിങ് പ്രോപ്പർട്ടീസ്. അപ്പോൾ എ പ്ലസ് എ ഈക്വൽ ടു എ, ബി ഈക്വൽ ടു ബി, സോ എ പ്ലസ് ബി ഈക്വൽ ടു എ പ്ലസ് ബി. ഇതൊക്കെ ട്രിവിയലാണ്, എന്നാലും റിലേഷൻ ഫോമിൽ എഴുതുമ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അതുപോലെ എ പ്ലസ് സി ഇസ് ഈക്വൽ ടു ബി പ്ലസ് സി ആണെങ്കിൽ
and only if A equal to B. C ക്യാൻസൽ ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് C രണ്ട് സൈഡിലും സബ്സ്ട്രാക്ട് ചെയ്ത് കളയാം. അതുപോലെ C നോട്ട് ഈക്വൽ ടു സീറോയും എ സി ഈക്വൽ ടു ബി സിയും ആണെങ്കിൽ എ ഈക്വൽ ടു ബി ആണ്. അപ്പൊ ഇങ്ങനെ കുറെ പ്രോപ്പർട്ടീസ് ഇക്വാലിറ്റിക്കുണ്ട്. സിമിലർലി നമ്മളിപ്പോൾ ഡിഫൈൻ ചെയ്ത കോൺഗ്രുവൻസ് എന്ന് പറയുന്ന റിലേഷന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, അതാണ് അടുത്ത് നമുക്ക് നോക്കേണ്ടത്. അത് ഫസ്റ്റ് ഓഫ് ആൾ ഇക്വിവാലൻസ് റിലേഷൻ ആണോ? ഇക്വിവാലൻസ് റിലേഷൻ ആണെങ്കിൽ അത് ആ സെറ്റിനെ എങ്ങനെയാണ് പാർട്ടീഷൻ ചെയ്യുന്നത്? ഞാനിപ്പോൾ ഇസഡിന്റെ കാര്യത്തിൽ പറഞ്ഞത് അത് സിംഗിൾഡൺ സെറ്റുകളായിട്ട് ഒറ്റ എലിമെന്റുകളുള്ള സെറ്റുകളായിട്ടാണ് അത് പാർട്ടീഷൻ ചെയ്യുന്നത് അല്ലേ, ആ റിലേഷൻ. അതുപോലെ കോൺഗ്രുവൻസ് എങ്ങനെയാണ് ആ ഇസഡിനെ പാർട്ടീഷൻ ചെയ്യുന്നത്? ഈ പറഞ്ഞ പോലെ ക്യാൻസലേഷൻ പ്രോപ്പർട്ടീസ് ഉണ്ടോ, ഇങ്ങനെ തുടങ്ങിയ പിന്നെ അഡീഷണൽ കോൺഗ്രുവൻസിൻ്റെതായിട്ടുള്ള എന്തൊക്കെ പ്രോപ്പർട്ടീസ് ആണുള്ളത്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നോക്കേണ്ടത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറഞ്ഞ പോലെ റിഫ്ലക്സീവ് പ്രോപ്പർട്ടി, കോൺഗ്രുവൻസിന് റിഫ്ലക്സീവ് പ്രോപ്പർട്ടി ഉണ്ട്. എയുമായിട്ട് എപ്പോഴും റിലേറ്റഡ് ആണ്. എ കോൺഗ്രുവൻ ടു എ മോഡ് എം ഫോർ ഓൾ എ ബിലോങ്സ് ടു ഇസെഡ്. ഈ പ്രോപ്പർട്ടി വിളിക്കുന്ന പേരെന്താ? ഇറ്റ് ഈസ് കോൾഡ് റിഫ്ലക്സീവ് പ്രോപ്പർട്ടി. If A is congruent to B mod M, then B is congruent to A mod M. That is transitive property. Sorry, symmetric property. Similarly, A congruent to B mod M and B congruent to C mod M, then A congruent to C mod M. This is the transitive property. അപ്പോൾ ഈ മൂന്ന് പ്രോപ്പർട്ടിയും കോൺഗ്രുവൻസിനുള്ളത് കൊണ്ട് തന്നെ കോൺഗ്രുവൻസ് ഈസ് ആൻ ഇക്വിവാലൻസ് റിലേഷൻ. So conclusion, congruence modulo M is an equivalence relation. ഇതിന്റെ വെരിഫിക്കേഷൻ ഒക്കെ വളരെ ട്രിവിയലാണ്. ഒരു ഇപ്പോൾ ഉദാഹരണത്തിന് ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി ആണെങ്കിൽ എം എ കോൺഗ്രുവന്റ് ബി മോഡ് എം ആയതുകൊണ്ട് എം ഡിവൈഡ്സ് എ മൈനസ് ബി. ഇത് എം ഡിവൈഡ് ബി മൈനസ് സി. നിങ്ങൾ രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എ മൈനസ് ബി പ്ലസ് ബി മൈനസ് സി ആവും. അത് എ മൈനസ് സി ആണ്. എം തീർച്ചയായും എ മൈനസ് സി എയും ഡിവൈഡ് ചെയ്തേ പറ്റുള്ളൂ. ദാറ്റ് മീൻസ് യു വിൽ ഗെറ്റ് എ കോൺഗ്രുവന്റ് സി മോഡ് എം. Similarly, you can verify the other properties. Now, another property is A is congruent to B mod M if and only if A and B leaves the same remainder when divided by M. അതെങ്ങനെയാ മനസ്സിലാക്കാൻ പറ്റുക? സപ്പോസ് മൂന്നാമത്തെ പ്രൂഫാണ്, പ്രൂഫ് ഓഫ് 4. Suppose A is congruent to B mod M. This implies M divides A minus B. That implies what? A minus B is a multiple of M. That implies A is equal to B plus some multiple of M. So this is another form of congruence relation. M divides A minus B എന്ന് എഴുതുന്നതിന് equivalent ആണ് A is equal to B plus QM for some Q. For some Q. ഇനി നമ്മുടെ ആക്ച്വലി ഇത് ഫോർത്തിന്റെ പ്രൂഫിൽ ഇത് ആവശ്യമില്ല, എന്നാലും ഞാൻ എഴുതിയെന്നേ ഉള്ളൂ. ഇനി ഈ ഫോർത്തിന്റെ പ്രൂഫ് എന്താ?
എയും ബിയും m കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ ബൈ ഡിവിഷൻ അൽഗോരിതം എ m കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്കൊരു കോഷ്യന്റ് കിട്ടും, ദാറ്റ് ഈസ് Q1 m പ്ലസ് റിമൈൻഡർ R1. ബി എം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ Q2 m പ്ലസ് R2. So that means what is A minus B? A minus B കണ്ടുപിടിക്കുമ്പോൾ Q1m plus R1 minus Q2m plus R2, which is equal to Q1 minus Q2 into m plus R1 minus R2. Now since A is congruent to B mod m divides A minus B. That implies m divides, with the right hand side എന്താ, m A minus B ഡിവൈഡ് ചെയ്യുമെങ്കിൽ ഇതിനെയും ഡിവൈഡ് ചെയ്യണ്ടേ. So m divides Q1 minus Q2 into m plus R1 minus R2. അപ്പോൾ m ഓൾറെഡി ഇതിനെ ഡിവൈഡ് ചെയ്യും, മൊത്തത്തിനെയും ഡിവൈഡ് ചെയ്യും. അപ്പം അതിൻ്റെ അർത്ഥം ഇതിനെയും ഡിവൈഡ് ചെയ്യണം. So that implies m divides R1 minus R2. So that implies, but what is the domain of R1 and R2? But 0 less than or equal to R1 comma R2, both are less than m. 0 മുതൽ എമ്മിന് താഴെ വരെ എമ്മിൻ്റെ മൾട്ടിപ്പിൾ ഏതാ ഉള്ളത്? 0 മാത്രമല്ലേ ഉള്ളൂ. നമുക്ക് ഇവിടുന്ന് കിട്ടിയത് R1 മൈനസ് R2 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് m എന്നാണ്. 0 മുതൽ m വരെ മൾട്ടിപ്പിൾ 0 മാത്രമേ ഉള്ളൂ. സോ അതുകൊണ്ട് തന്നെ R1 മൈനസ് R2 എന്താകണം? 0 ആകണം. ദാറ്റ് മീൻസ് R1 ഈക്വൽ ടു R. അപ്പോൾ ഇവിടെ എക്ക് കിട്ടുന്ന റിമൈൻഡറും ബിക്ക് കിട്ടുന്ന റിമൈൻഡറും ഈക്വൽ ആയാലേ പറ്റുള്ളൂ. അതാണ് നാലാമത്തെ പ്രോപ്പർട്ടി പറയുന്നത്. കോൺഗ്രുവൻസ് എന്ന് പറയുന്നതിൻ്റെ വേറൊരു ഇംപ്ലിക്കേഷനാണ്. എ കോൺഗ്രുവൻ്റ് ബി മോഡ് എം ആണെങ്കിൽ എയും ബിയും എം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ സെയിം ആയിരിക്കണം. ഇത് ഇഫ് ആൻഡ് ഒൺലി ഇഫ് കണ്ടീഷൻ ആണ്. ഇതിന്റെ കോൺവേഴ്സ് പാർട്ട് ട്രിവിയൽ ആണ്, കോൺവേഴ്സ് എക്സസൈസ്. നമുക്ക് ചെയ്തു നോക്കാവുന്നതേ ഉള്ളൂ. ദാറ്റ് ഈസ് എ ട്രിവിയൽ ആർഗ്യുമെന്റ്. ഇൻഫാക്ട് നമ്മൾ ഈ പറഞ്ഞതൊക്കെ തിരിച്ചതുപോലെ അത്രയൊന്നും വേണ്ട, അതിനെക്കാളും എളുപ്പത്തിൽ തന്നെ 2 സ്റ്റെപ്പിൽ തന്നെ കോൺവേഴ്സ് കിട്ടും. Now fifth property, every integer is congruent to exactly one of the least residues 0, 1, 2, etc. m minus 1 mod m. അത് ഡിവിഷൻ അൽഗോരിതത്തിന്റെ ഒരു ഇംപ്ലിക്കേഷൻ ആണ്. നിങ്ങളിപ്പോൾ നാലാമത്തെ പ്രോപ്പർട്ടി വെച്ച് തന്നെ മനസ്സിലായി. സോ 5ന്റെ പ്രൂഫ് എന്താണ്? ബൈ ഡിവിഷൻ അൽഗോരിതം every integer a as a remainder 0, 1, 2, etc. or I will write as a remainder r where r belongs to 0, 1, 2, etc. m minus 1. Sorry.
minus 1 when divided by m, when divided by m അല്ലേ? ഒരു ഇൻറ്റിജറിനെ എം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഇത്രയും നമ്പേഴ്സിൽ ഏതെങ്കിലും ഒരെണ്ണം മാത്രമേ എക്സാക്ട്ലി വൺ റിമൈൻഡർ ഫ്രം ദിസ് ലിസ്റ്റ്. ഇനി നമ്മൾ ബൈ പ്രോപ്പർട്ടി 4 A is congruent to property 4 A congruent to B mod M if and only if A and B has same remainder. So combining these two, ഏതൊരു ഇൻറ്റിജർ എടുത്താലും ഈ പറയുന്ന ഏതെങ്കിലും ഒരു ഇൻറ്റിജറുമായിട്ട് കോൺഗ്രുവൻ്റ് ആയാലേ പറ്റുള്ളൂ. അതാണ് പ്രോപ്പർട്ടി 5 പറയുന്നത്. എവരി ഇൻറ്റിജർ ഈസ് കോൺഗ്രുവൻ്റ് ടു എക്സാക്ട്ലി വൺ ഓഫ് ദ ലീസ്റ്റ് റെസിഡ്യൂസ്. അപ്പോൾ ഇതിനെ വിളിക്കുന്ന പേര് ലീസ്റ്റ് റെസിഡ്യൂസ് എന്ന് വിളിക്കും. മൊത്തം ഇപ്പോൾ ഇതിൻ്റെ സ്റ്റോറി ഇതാണ്. You consider all the set of all integers, it is 0, 1, 2, 3, etc. For example, let me take m is equal to 5, minus 1, minus 2, minus 3, etc. ഞാൻ ഇതിനകത്ത് നിന്ന് ഒരു ഇൻറ്റിജർ a എടുത്തു കഴിഞ്ഞാൽ a m കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡേഴ്സ് ഏതൊക്കെയാണ്? റിമൈൻഡർ 0 ആകാം, 1 ആകാം, 2 ആകാം, 3 ആകാം, 4 ആകാം. ഞാൻ m 5 എന്ന് ഫിക്സ് ചെയ്തു. റിമൈൻഡർ 0 ആണെങ്കിൽ എയുടെ ഫോം എന്തായിരിക്കും? എ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് എം, ഓർ എ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് എം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എം ഡിവൈഡ്സ് എ ഓർ എം ഡിവൈഡ്സ് എ മൈനസ് 0. ദാറ്റ് ഇംപ്ലൈസ് എ ഈസ് കോൺഗ്രുവൻ്റ് ടു 0 മോഡ് എം. ഓർ റിമൈൻഡർ 0 ആണെങ്കിൽ എ ഈസ് കോൺഗ്രുവൻ്റ് ടു 0 മോഡ് എം. റിമൈൻഡർ 1 ആണെങ്കിൽ എ ഈസ് ഓഫ് ദ ഫോം some multiple of m plus 1. This means what? A minus 1 is a multiple of m, or m divides a minus m, right? So that means what? Congruence ഉപയോഗിച്ച് പറയുമ്പോൾ it is a is congruent to 1 mod m. Similarly, remainder 2 ആണെങ്കിൽ എന്ത് വരും? A is congruent to 2 mod m. Remainder 3 ആണെങ്കിൽ A is congruent to 3 mod m. Remainder 4 ആണെങ്കിൽ A is congruent to 4 mod m. So ഇത് ഏതൊരു ഇൻറ്റിജറിനും ശരിയാണ്. ഞാൻ ഈ സെറ്റിനകത്ത് ഏതൊരു എ എടുത്താലും ഇത് ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്തേ പറ്റുള്ളൂ. ഏതാ? ഒന്നുകിൽ എ ഈസ് കോൺഗ്രുവൻ്റ് ടു 0 mod m, അല്ലെങ്കിൽ എ ഈസ് കോൺഗ്രുവൻ്റ് ടു 1 mod m, അല്ലെങ്കിൽ എ ഈസ് കോൺഗ്രുവൻ്റ് ടു 2 mod m, എ ഈസ് കോൺഗ്രുവൻ്റ് ടു 3 mod m, എ ഈസ് കോൺഗ്രുവൻ്റ് ടു 4 mod m. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം, ഈ 5 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്താലേ പറ്റുള്ളൂ. കറക്റ്റ്? അപ്പോൾ ഞാൻ ഇൻറ്റിജേഴ്സിനെ കളക്ട് ചെയ്യുകയാണ്. മൊത്തം ഇത് സപ്പോസ് സീറോ ആയിട്ട് കോൺഗ്രുവൻ്റ് ആവുന്ന, അല്ലെങ്കിൽ റിമൈൻഡർ 0 വരുന്നത് മുഴുവൻ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ 0 വരും. 0യെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 തന്നെയാണ്. പിന്നെ ഏതാ വരിക? 5 വരും, 10 വരും, 15 വരും, 20 വരും. 5ന്റെ മൾട്ടിപ്പിൾസ് എല്ലാം വരും. അതുപോലെ നെഗറ്റീവ് മൾട്ടിപ്പിൾസും വരും. -5, -10, എക്സെട്ര. അതുപോലെ 1 റിമൈൻഡർ വരുന്നു.
1 റിമൈൻഡർ വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാ? 1 വരും, പിന്നെ 6, 11 എക്സെട്ര. അതുപോലെ ഇങ്ങോട്ട് -4, -9 എക്സെട്ര. ഇത് 0 റിമൈൻഡർ വരുന്നത്, ഇത് 1 റിമൈൻഡർ വരുന്നത്. ഇനി 2 റിമൈൻഡർ വരുന്നതോ? 2, 7, 12 എക്സെട്ര. അതുപോലെ ഇങ്ങോട്ട് -3, -8 എക്സെട്ര. ഇത് 2 റിമൈൻഡർ വരുന്നത്. 3 റിമൈൻഡർ വരുന്നത് 3, 8, 13 എക്സെട്ര. ഇങ്ങോട്ട് -2, -7 എക്സെട്ര. 4 റിമൈൻഡർ വരുന്നത് 4, 9, 14 എക്സെട്ര. ഇങ്ങോട്ട് -1, -6 എക്സെട്ര. ഇതിലെല്ലാവരും ഈ സെറ്റുകൾ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ, ഞാൻ ഇപ്പോൾ എഴുതിയിരിക്കുന്ന ഈ സെറ്റുകൾ മുഴുവൻ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ you will get set of all integers, right? അപ്പോൾ ഈ ഓരോ ഞാനിങ്ങനെ ഒരു ബോക്സിൽ എഴുതി കഴിഞ്ഞാൽ so we will get a set of boxes 0, 1, 2, 3, 4. So this is called a standard set of congruence classes. Congruence classes modulo m ഇവിടെ 5 ആയതുകൊണ്ട് modulo 5. This is called set of congruence classes modulo 5. ഇവിടെ ഓരോ ബോക്സുകളും റിപ്രസെന്റ് ചെയ്യുന്നത് അതുമായിട്ട് കോൺഗ്രുവൻ്റ് ആയിട്ടുള്ള എല്ലാ നമ്പേഴ്സിനെയാണ്. ഉദാഹരണത്തിന് ബോക്സ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കോൺഗ്രുവൻ്റ് ആയിട്ടുള്ള എല്ലാ നമ്പേഴ്സും. അപ്പോൾ നിങ്ങൾ ഈ സെറ്റിനകത്ത് എടുത്താൽ ഏത് നമ്പർ എടുത്താലും അത് മോഡുലോ 5 1 കോൺഗ്രുവൻ്റ് ആയിരിക്കും. അതുപോലെ ഈ സെറ്റിലെ ഏത് എലിമെന്റ്സ് എടുത്താലും മോഡുലോ 5 3 കോൺഗ്രുവൻ്റ് ആയിരിക്കും. ഇനി നമ്മൾ കോൺഗ്രുവൻസ് ഒരു ഇക്വിവാലൻസ് റിലേഷൻ ആയതുകൊണ്ട് തന്നെ ഈ സെറ്റിനകത്തെ, ഈ രണ്ടാമത്തെ സെറ്റിനകത്തെ ഏത് 2 എലിമെന്റ് എടുത്താലും മോഡുലോ 5 ഏതുമായിട്ട് കോൺഗ്രുവൻ്റ് ആയിരിക്കും? പരസ്പരം കോൺഗ്രുവൻ്റ് ആയിരിക്കും. -4 ഫോർ എക്സാമ്പിൾ, -4 ഈസ് കോൺഗ്രുവൻ്റ് ടു 1 മോഡ് 5. അതുപോലെ 11 ഈസ് കോൺഗ്രുവൻ്റ് ടു 6 മോഡ് 5. ഇനി ഇവിടെ എടുക്കുകയാണെങ്കിൽ -7 is congruent to -2 mod 5. 8 is congruent to 13 mod 5. അതുപോലെ ഇതിലെ ഒരു എലിമെന്റും പരസ്പരം കോൺഗ്രുവൻ്റ് ആവാൻ പറ്റില്ല. കാരണം നമുക്കറിയാം ഇതിനകത്ത് വരുന്നത് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0 റിമൈൻഡർ ആണ്. ഇതിനകത്ത് വരുന്നത് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ ആണ്. ഇത് പരസ്പരം കോൺഗ്രുവൻ്റ് ആയാൽ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ സെയിം റിമൈൻഡറേ കിട്ടാൻ പാടുള്ളൂ. അതാണ് നമ്മളിവിടെ പ്രോപ്പർട്ടി പഠിച്ചത് അല്ലേ? എ കോൺഗ്രുവൻ്റ് ബി മോഡ് എം ആണെങ്കിൽ അത് റിമൈൻഡർ സെയിം ആയിരിക്കണം. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടുത്തെ രണ്ട് സെറ്റുകളിൽ സെയിം എലിമെന്റ്സ് വരാനും പാടില്ല. അപ്പോൾ ഇത് ഡിസ്ജോയിന്റ് സെറ്റുകളാണ്. ദീസ് ആർ ഡിസ്ജോയിന്റ് സെറ്റ്സ്. ഡിസ്ജോയിന്റ് സെറ്റ്സ്. ഇതാണ് കോൺഗ്രുവൻസ് ക്ലാസ്സസ് എന്ന് പറയുന്ന ഐഡിയ. ഇതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. We have seen that congruence modulo m is an equivalence relation, so it partition the set Z of integers into disjoint sets. നമ്മളിവിടെ m is equal to 5 5 ഡിസ്ജോയിന്റ് സെറ്റുകളായിട്ടാണ് പാർട്ടീഷൻ ചെയ്തത്. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ അത് ഡിസ്ജോയിന്റ് സെറ്റുകളാണ്. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ യു വിൽ ഗെറ്റ് Z. കൂട്ടുക എന്ന് പറഞ്ഞാൽ യൂണിയൻ എടുക്കുക. സെറ്റ് യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സ്. m equal to 5ന്റെ കേസാണ് നമ്മൾ കണ്ടത്. The disjoint sets are called congruence classes. ഞാൻ ഓൾറെഡി ഇവിടെ എഴുതി കഴിഞ്ഞു. So these are the congruence classes. These are the 5 congruence classes modulo m, modulo 5. Okay. So a set of m integers is a complete set of residues modulo m if every integer is congruent to m
to exactly one of them. ഇപ്പം നമ്മളിപ്പോൾ കണ്ടതിൽ set 0, 1, 2, 3, 4 is a complete set of residues modulo 5. So exercise, find all the congruence classes modulo 8. modulo 8 എത്ര എണ്ണം വരും? 8 എണ്ണം വരും അല്ലേ? 0, 1, 2, 3, എക്സെട്ര 7 ഇത്രയും എണ്ണം വരും. ഇത് നമ്മൾ ഇവിടെ എഴുതിയ പോലെ സെറ്റ് വൈസ് ക്ലിയർ ആയിട്ട് എഴുതുക. ആ സെറ്റിനെയാണ് നമ്മൾ സെറ്റ് ഓഫ് കോൺഗ്രുവൻസ് ക്ലാസ്സസ് മോഡുലോ 8 എന്ന് പറയുന്നത്. So then set 0, 1, 2, 3, 4, 5, 6, 7 is a complete set of residues modulo 8. അതിൻ്റെ അർത്ഥം ഏതൊരു ഇൻറ്റിജർ എടുത്താലും ഇതിൽ ഈ സെറ്റിൽ ഏതെങ്കിലും ഒന്നുമായിട്ട് കോൺഗ്രുവൻ്റ് ആകണം. അത് മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പം ഏതൊരു സെറ്റ് ഇൻറ്റിജർ എ എടുത്താലും 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് റിമൈൻഡർ കിട്ടണം എന്നാലോചിച്ചാലും മതി. പക്ഷേ ഈ കംപ്ലീറ്റ് സെറ്റ് ഓഫ് റെസിഡ്യൂസ് ഇത് തന്നെ ആകണമെന്നുമില്ല. 5യുടെ കേസിലാണെങ്കിൽ മോഡുലോ 5 സെറ്റ് 2, 3, 4, 5, 6 is also a complete set of residues. Why? Complete set of residues ന്റെ definition എന്താണ്? A complete set of residues modulo m is a set with every integer is congruent modulo m to exactly one of them. ഈ റിമൈൻഡറിന്റെ കേസിലാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഇങ്ങനെ ആലോചിച്ച് നോക്കൂ, ഏതൊരു ഇൻറ്റിജർ എടുത്താലും അത് 2ഉം 3ഉം 4ഉം മോഡുലോ 5 2ഉം 3ഉം 4ഉം ഓക്കെ നിങ്ങൾക്ക് അറിയാം. റിമൈൻഡർ 2, റിമൈൻഡർ 3, റിമൈൻഡർ 4. ഇനി 5 ആയിട്ട് കോൺഗ്രുവൻ്റ് ആകുക എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? So that is exactly congruent to 0 mod 5. അപ്പോൾ ഏതൊരു ഇൻറ്റിജർ എടുത്താലും 5ഉമായിട്ട് കോൺഗ്രുവൻ്റ് എന്ന് പറയുന്നതും 0വുമായി കോൺഗ്രുവൻ്റ് എന്ന് പറയുന്നതും ഒരേ കാര്യം തന്നെയാണ്. സിമിലർലി ഏതൊരു ഇൻറ്റിജർ എടുത്താലും 6ഉമായിട്ട് കോൺഗ്രുവൻ്റ് എന്ന് പറയുന്നതും 1ഉമായിട്ട് കോൺഗ്രുവൻ്റ് എന്ന് പറയുന്നതും ഒരേ കാര്യം തന്നെയാണ്. അപ്പോൾ ഇത് 1എന്നും 2 എന്നും പറയുന്നതിന് 0 എന്നും 1 എന്നും പറയുന്നതിന് പകരം 5 എന്നും 6 എന്നും പറഞ്ഞാലും മതി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഐഡിയ എന്താണ്? എൻ്റെ കംപ്ലീറ്റ് സെറ്റ് ഓഫ് റെസിഡ്യൂസിൽ റിമൈൻഡർ ഈ പറയുന്ന 0, 1, 2, 3, 4 ഇതിൽ ഏതെങ്കിലും ആയിട്ട് കോൺഗ്രുവൻ്റ് ആയിട്ടുള്ള നമ്പേഴ്സ് ഏത് എഴുതിയാലും മതി അല്ലേ? എനിക്ക് വേണമെങ്കിൽ ഐ ക്യാൻ റൈറ്റ് 11 which leaves remainder 1, 22 which leaves remainder 2, 33 remainder 3, 44 remainder 4. This is also a ഒന്നുകൂടെ വേണം, റിമൈൻഡർ 0 വരുന്ന എഴുതിയില്ല. 55 is also a complete set of residues modulo 5. So this is the notion of complete set of residues modulo 5 or modulo m. Is any set of m integers with the property any integer, every integer is congruent to any one of the exactly one of the elements in this set modulo m. Okay, so this is the basic properties of congruence. Now we will do
some additional properties which already I mentioned in the case of equality. So here also we have the following. If A is congruent to B mod M and C is congruent to D mod M, then A plus C is congruent to B plus D mod M, AC is congruent to BD mod M, A minus C is congruent to B minus D mod M. Then ഒരെണ്ണം മാത്രം ചെയ്യാം, രണ്ടാമത്തെ മാത്രം ചെയ്യാം, ബാക്കി എക്സസൈസ് ആയിട്ട് ചെയ്തോളാം. 1 2 sorry 1 2 3. ഇതിലെ രണ്ടാമത്തെ പ്രൂഫ് എന്താ? നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഡിഫറൻസ് ആണ് അല്ലേ? എ സി ബി ഡി, എ സിയുടെയും ബി ഡിയും ഡിഫറൻസ്. സോ സ്റ്റാർട്ട് വിത്ത് എ സി മൈനസ് ബി ഡി. വാട്ട് ഈസ് എ സി മൈനസ് ബി ഡി? എനിക്ക് ഇൻഫർമേഷൻ ഉള്ളത് എ മൈനസ് ബി എമ്മിന്റെ മൾട്ടിപ്പിൾ ആണ്, സി മൈനസ് ഡി എമ്മിന്റെ മൾട്ടിപ്പിൾ ആണ്. ഇൻ ടൈംസ് ഓഫ് എ മൈനസ് സി ഇങ്ങനെ എഴുതാം, എ മൈനസ് ബി, ദിസ് ഈസ് എ മൈനസ് ബി ഇൻറ്റു സി. അപ്പൊ എനിക്ക് ഇവിടെ ഒരു എ സി കിട്ടി, പിന്നെ ഒരു അഡീഷണൽ മൈനസ് ബി സി വന്നു അല്ലേ? അത് ഞാൻ പ്ലസ് ചെയ്ത് കളഞ്ഞാൽ പോലെ. സോ യു ചെക്ക് ദാറ്റ് ദിസ് ഈസ് എക്സാക്ട്ലി സെയിം ആസ് ബി മൈനസ് ഡി so let me write it clearly. So I have AC, I need A minus B. What I need is I will subtract this and add this, and also I have B. ഇവിടെ പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും വന്നില്ല. ഇതിൽ നിന്ന് സി പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ മൈനസ് ബി ഇൻറ്റു സി. ഇതിനകത്ത് നിന്ന് ബി പുറത്തെടുത്ത് കഴിഞ്ഞാൽ ബി ഇൻറ്റു സി മൈനസ് ഡി. ഇനി നമുക്ക് എന്തൊക്കെ അറിയാം? എ മൈനസ് ബി ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് എം. അപ്പോൾ ഇതെന്താവും? സി ഇൻറ്റു ക്യൂ വൺ എം എന്നാവും. സി മൈനസ് ഡി ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് എം. അപ്പോൾ ഇത് ബി ഇൻറ്റു ക്യൂ ടു എം എന്നാവും. സോ ദിസ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് എം, സേ ക്യൂ ത്രീ എം. So M divides AC minus BD. That implies AC is congruent to BD mod M. This is the proof. ഇത് രണ്ടും ആക്ച്വലി ഒന്നിന്റെ പർട്ടിക്കുലർ കേസാണ് 3, പിന്നെ എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഈക്വാലിറ്റി പോലെ തന്നെ നമുക്ക് കോൺഗ്രുവൻസിലും ഇതുപോലെ ലെഫ്റ്റ് സൈഡ് ആഡ് ചെയ്താൽ റൈറ്റ് സൈഡിന്റെ ആഡ് ചെയ്യാം, അതുപോലെ ലെഫ്റ്റ് സൈഡ് മൾട്ടിപ്ലൈ ചെയ്യാം, റൈറ്റ് സൈഡ് മൾട്ടിപ്ലൈ ചെയ്യാം. Similarly, we have the following properties. നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. എ കോൺഗ്രുവന്റ് ബി മോഡ് എം ആണെങ്കിൽ സി ഈസ് എനി ഇൻറ്റിജർ. ഇവിടെ ഒരു പ്രത്യേകത, ഇവിടെ മൾട്ടിപ്ലിക്കേഷന്റെ കേസിൽ ഇക്വാലിറ്റിക്ക് സി നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിലേ ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. പക്ഷേ കോൺഗ്രുവൻസിന്റെ കേസിൽ സി 0 അല്ലെങ്കിലും ക്യാൻസൽ ചെയ്ത് കളയാം. എ സി കോൺഗ്രുവന്റ് ബി സി മോഡ് എം ആണെങ്കിൽ എ ഈസ് ഐ എം സോറി ഒരു സൈഡ് മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. എ ഈസ് കോൺഗ്രുവന്റ് ബി മോഡ് എം ആണെങ്കിൽ എ സി ഈസ് കോൺഗ്രുവന്റ് ബി സി മോഡ് എം ഫോർ ഓൾ സി. ആ സൈഡ് നമുക്ക് സി എപ്പോഴും കിട്ടും. അത് സീറോയ്ക്കും ശരിയാണ് അല്ലേ? ഈക്വാലിറ്റി സീറോയ്ക്കും ശരിയാണ്. സോറി, ഞാനത് എളുപ്പം ഇഫ് ആൻഡ് ലീഫ് ആണെന്ന് എഴുതി പറഞ്ഞു. അപ്പോൾ ഈ പ്രോപ്പർട്ടീസുകളും ഇതും എല്ലാം വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാവുന്നേ ഉള്ളൂ. യു ക്യാൻ ഡു ഇറ്റ് ആസ് എൻ എക്സസൈസ്. ഡയറക്റ്റ് വെരിഫിക്കേഷൻ ആണ്, പക്ഷെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആണ്. അപ്പോൾ ഈ പ്രോപ്പർട്ടീസുകളെല്ലാം ഒന്നുകൂടെ ചെയ്ത് നോക്കുക. ഈ ചെയ്ത് എക്സസൈസുകളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് പാർട്ടിൽ വി വിൽ ഡു ആപ്ലിക്കേഷൻസ് ഓഫ് കോൺഗ്രുവൻസ്. താങ്ക് യു.